ഹായ് ഗായ്സ്, പുതിയൊരു ഗോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ബേബി ക്രൈങ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ്, ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീരീസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീഡിയോയിൽ വന്നിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് മഹയാണോ അല്ലയോ, മഹ ആരാണ്, മഹ എന്താണെന്നൊക്കെ ഉള്ളവർക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് വീഡിയോസ് ഉണ്ട്. അവരൊക്കെ കുറേ അധികം വീഡിയോസ് അവർക്കുണ്ട്. ആ വീഡിയോസൊക്കെ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മഹ ആരാണ്, മഹ എന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലാകും. ഓക്കെ, ആ വീഡിയോസ് കണ്ടിട്ട് ഈ വീഡിയോസ് കാണുക, കാണാത്തവർ. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ഉള്ളത് മഹ തന്നെ ആണോ അന്ന് എനിക്ക് ലാസ്റ്റ് കേട്ട ആ വിളിയുണ്ടല്ലോ, കുഞ്ഞേരെ സൗണ്ട്. ആരതെ? ഹലോ, ഇവിടെ മരിച്ചുപോയ കുഞ്ഞാണോ ഉള്ളത് ഇവിടെ? ഈ കരയും സൗണ്ട് ഇവിടെ മരിച്ച കുഞ്ഞാണല്ലോ ഇവിടെ. ആ മരിച്ച കുഞ്ഞിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്, കരയുന്ന സൗണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ ഈ സൗണ്ട് കേട്ടായിരുന്നു. ഓ മൈ ഗോഡ്, ആ മരിച്ച കുഞ്ഞിൻ്റെ ആത്മാവാണ് ഇവിടെ ഉള്ളത്. അന്ന് നമ്മളിവിടെ നിന്ന് വന്നില്ല, നീ ഭാഗത്തോട്ടൊന്നും. എൻ്റെ മോനെ, ഓ മൈ ഗോഡ്. ഇത്രയും വലിയ സ്ഥലത്ത് ഗൈസ് വന്നിട്ട് ഏതാ പറഞ്ഞത്, ഇവിടെ വന്നിട്ട് ആ കുഞ്ഞിൻ്റെ ആത്മാവാണ് എന്നുള്ളത് ഒരു കൺഫേം നമുക്ക് വന്നിട്ട് കഴിഞ്ഞ കിട്ടിയായിരുന്നു. പക്ഷെ ആ വീട് ലാസ്റ്റിൽ വന്നിട്ട് മഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നിട്ട് ഒരു കരയുന്ന സൗണ്ട്, ഒരു വിളി കേട്ടായിരുന്നു, ഒരു അണ്ണ എന്ന് വിളിക്കുന്ന വിളി കേട്ടായിരുന്നു. അതെനിക്ക് എങ്ങനെ പറയണം, എങ്ങനെ എടുക്കണമെന്ന് യാതൊരു പിടുത്തമില്ല. പക്ഷെ ആ സൗണ്ട് കേട്ടതിന് ശേഷം വന്നിട്ട് ഇവിടെ ഉള്ളത് മഹ തന്നെ ആണോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കുറേ പേർക്ക് ഉണ്ടായിരുന്നു. കുറേ പേര് ഇവിടെ പോയി വീഡിയോ ചെയ്യും, വീഡിയോ ചെയ്യും. ലൈറ്റ് ഓഫായി, ലൈറ്റ് ഓഫായി ഫോണിൻ്റെ. ദൈവമേ, ലൈറ്റ് ഓഫായി പോയി. ചാർജ് ഉണ്ടായിരുന്നല്ലോ എത്ര നേരമായിട്ട്. നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും ഒരു ബ്ലൂ കളർ ലൈറ്റ്, നല്ല പോയിന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതെങ്ങനെ ഓഫായി പിടുത്തമില്ല. നീയാണ് ഈ ലൈറ്റ് ഇപ്പോൾ ഓഫാക്കിയത്? നീയാണ് ഇപ്പോൾ ഈ ലൈറ്റ് ഓഫ് ആക്കിയത്, ഈ ക്യാമറയുടെ? പൈസ ഞാൻ വന്നിട്ട് വേറൊരു ബാറ്ററി ഉണ്ട്, ഞാനിട്ടിട്ട് പെട്ടെന്ന് വരും ഇപ്പോൾ തന്നെ. പൈസ വന്നിട്ട് ഞാനിപ്പോൾ വേറൊരു ബാറ്ററി മാറ്റി പോയിട്ടിരിക്കുകയാണ്. എനിക്കൊരു പിടുത്തം ഇത് എങ്ങനെ ഓഫായി എന്നുള്ളത്. ഇതുണ്ടോ, എനിക്ക് ഒരു പിടുത്തം കിട്ടിയത് എങ്ങനെ ഓഫായി എന്നുള്ളത്. ഇപ്പോൾ ഫുൾ ചാർജ് ഉണ്ട്. ഇത് പുതിയ ബാറ്ററി ഇട്ടിരിക്കുകയാണ്, ഇപ്പോൾ വേറൊരു ബാറ്ററി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതൊരു എലോൺ ചാലഞ്ച് വീഡിയോ ആണ്. ചാലഞ്ച് വീഡിയോ ഒന്നുമല്ല. എനിക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വന്നിട്ട്, അതായത് ആ കുഞ്ഞിന്, ഇവിടെ ഉള്ള ആ ഒരു കുഞ്ഞിന് വന്നിട്ട് ഒരു സമ്മാനവും, പിന്നെ മഹ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സമ്മാനവും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് വലിയൊരു വീഡിയോ ഒന്നും ആയിരിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾ കുറേയധികം റിക്വസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, ഒന്നും കൂടെ പോകുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മാത്രം വന്നതാണ് ഞാനിവിടെ. പിന്നെ ഞാനിട്ട് തൊപ്പിയുണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പിന്നെ ഫ്രണ്ടായി പുള്ളിക്കാരൻ വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും വീഡിയോ ഒന്നുകൂടെ പറയാണ്. ഓക്കെ, നമുക്ക് എന്നാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ആ ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ 2 സാധനം കൊടുത്തിട്ട് നമ്മളോട് പോകാം, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ ഉള്ള ആ ഒരു, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്നെ വന്നിട്ട് അണ്ണാന്നൊരു പെണ്ണ് വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി എന്നെ വിളിച്ചായിരുന്നു അണ്ണാന്ന് വന്നിട്ട്. അത് വന്നിട്ട് മഹയാണോ
ആണെങ്കിൽ ആണെന്നൊന്ന് പറയാമോ? എനിക്ക് വേണ്ടി മാത്രമല്ല, നിന്നെ കാത്ത് നിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാരുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേയധികം ചേട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. സോ ഞാൻ നിന്നോട് ഒന്നും കൂടി ചോദിക്കുകയാണ്, മഹാ നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൗണ്ട് എസ് എന്നോ ഉണ്ടെന്നോ ആണെന്നോ എന്തെങ്കിലും സൗണ്ട് പറയാമോ പ്ലീസ്? ഞാൻ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് നിന്നെ, അതായത് നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം, അതാണ് സംഭവം. ഇവിടെ ഇതിനു മുന്നേ ഒരു കുഞ്ഞിന് ആത്മാവ് ഇവിടെ ഉണ്ട്. സോ ദൈവത്തെ ഓർത്ത് നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആണ് എസ് എന്തെങ്കിലും സൗണ്ട് ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ നിനക്ക്? Oh my God. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയത് നീയാണോ? എന്റെ പൊന്നു ദൈവമേ, ആണെന്ന്. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയത് നീ തന്നെയാണോ? ആണോ നീ? ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കി ഇനിയാണോ ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയത്? ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, എൻ്റെ പൊന്ന്, ആണെന്നില്ല ഇപ്പൊ സൗണ്ട് കേട്ടെ? നിങ്ങൾ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ട് കാണും. ആണെന്നാണ് എനിക്ക് കേട്ടത്. ഞാൻ ഒന്നും കൂടെ ചോദിക്കുവാണ്, മഹാ നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നീ ആണെന്നെങ്കിൽ. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ, നീ ഇതിന് എൻ്റെ പൊന്ന് ഗൈസ്, എനിക്ക് വന്നിട്ട് ഒരേ സമയത്ത് സന്തോഷം വരുന്നത് അതുകൂട്ട് തന്നെ എനിക്ക് എന്ത് പറയേണ്ടത്. നീ എങ്ങനെ ഇവിടെ എത്തി? നിന്റെ സ്ഥലം ഇതല്ലല്ലോ ടോട്ടലായിട്ട് തന്നെ. നീ എവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ നീ വന്നിവിടെ? ഗൈസ് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഗൈസ് ഉണ്ട് അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. നീ എങ്ങനെ ഇവിടെ വന്നേ ഒന്ന് പറയാമോ മഹാ? നിനക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് മഹാ. നിനക്ക് കൊണ്ട് എത്രയും കഷ്ടപ്പെടുന്നത്. എൻ്റെ ഈ കയ്യിൽ ക്യാമറയാണ്, ഈ കയ്യിൽ എൻ്റെ ക്യാമറയാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെടുന്നത്. എനിക്ക് വന്നിട്ട് അറിയത്തില്ല, ഞാൻ വന്നിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം വന്നിട്ട് ആ ഒരു വീഡിയോയുടെ ഇത് അലമ്പായി പോകരുതെന്ന് വിചാരിച്ചാണ് ഇത്ര കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. മഹാ അവിടെ സൗണ്ട് ചെയ്തുണ്ടോ ആ റൂമിൽ നിന്ന്? പെട്ടെന്ന് വീർത്ത് ഒരു സെക്കൻഡ് കൊണ്ട് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. മഹാ 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 നീയാണോ കരയുന്നേ? നീ എന്തിനാ കരയുന്നേ? അമ്മ വീട്ടിൻ്റെ കുഞ്ഞാണോ കരയുന്നേ? ഒരു കുഞ്ഞു ഒരു അമ്മയോട് മരിച്ചു പോയത് നമ്മളത് മറന്നേ പോയി ടോട്ടലായിട്ട് തന്നെ. മഹ ഇവിടെ ആണെന്നും മഹയാണ് ഇവിടെ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. മഹാ സോറി, ആ കുഞ്ഞിന് പേര് ചേർത്ത് എന്താന്നുള്ളത്. ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മയാണ് ഈ കരയുന്നേ. മരിച്ചുപോയ കുഞ്ഞിൻ്റെ അമ്മയാണ് കരയുന്നേ. എനിക്ക് കൈ ശരിക്കും വേദനിക്കുന്നുണ്ട്. ഞാൻ ട്രൈപ്പോഡ് എവിടെയും വയ്ക്കട്ടെ എന്ന് വിചാരിക്കുക. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്. ആ കുഞ്ഞിൻ്റെ അമ്മയാണ് അകത്തുള്ളത്.